ആഗ്രഹം ഇപ്പോഴും മനസ്സിലിരിക്കണ്ടെങ്കിൽ ഇത് ചെറിയ കളിയല്ല എന്നുള്ള ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്ക് പോകാനുള്ള താല്പര്യമില്ല, ഇത് വിട്ടെടുക്കാനുള്ള താല്പര്യമില്ല. ഞങ്ങൾ ഇന്റർവ്യൂസ് മുഴുവൻ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയ ആണ് പലപ്പോഴും ഫ്രണ്ട്സിന് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറ്. ഏതോ പരസ്യത്തിലൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ ആരും നിലത്തായിരുന്നില്ല കാര്യമായിട്ടൊന്നും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. എന്തായാലും ടെൻഷൻ ഉണ്ടാവും, കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നിനക്ക് അന്നേരം ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? ഹായ് മക്കളെ, എനിക്ക് തോന്നുന്നത് ഇവരെ ഇന്റർവ്യൂ കഴിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഞാൻ കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ഇന്റർവ്യൂവറായി മാറാൻ ചാൻസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ഓരോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ബെറ്റർ ആകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുഫയ്യ ആണ്. സുഫയ്യ റിപ്പീറ്റർ ആയിരുന്നു ആൻഡ് 685 ആണ് അല്ലേ ഇപ്പോൾ കിട്ടുന്ന സ്കോർ. ആദ്യത്തെ തവണ എത്രയായിരുന്നു? 537. +2ൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എത്രയായിരുന്നു? 145 +2ൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തപ്പോൾ 537. ഇപ്പോൾ 685 എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഫയ്യയുടെ ജേണി നല്ല രസമാണ്. പിന്നെ ആൾ കുറച്ച് സൈലൻ്റ് ഒക്കെയാണ്, അതുകൊണ്ട് പിന്നെന്താ ഭയങ്കര എനർജി ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ ഇന്റർവ്യൂസ് മുഴുവൻ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ഓരോ കാര്യം എല്ലാം നിങ്ങളൊന്ന് കാണാം. അതിൽ ചിലപ്പോൾ എന്താ ഇവിടെ ഇന്റർവ്യൂന്ന് 1-2 പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനുണ്ടാവുക. ഷഹബാസിൻ്റെ വേറൊന്നായിരിക്കും, റംഷാദിൻ്റെ വേറൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അടുത്തൊരു വർഷം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ഇന്റർവ്യൂസും കാണാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസൈറ്റ് എടുക്കുക. വെറുതെ ഒരു സിനിമാക്കാരുടെ ഇന്റർവ്യൂ പോലെ ഒന്നും ഇതിനെ കാണാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സുഫയ്യയിലേക്ക് തിരിച്ചു വരാം. പറയും, എങ്ങനെയാണ് MBBS എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്? ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്താത്തക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായി, അതങ്ങനെ നിന്റെ അടുത്തെത്തി? അപ്പൊ ഇത്താത്തക്ക് ++ കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് ഇന്ത്യയിലേക്ക് വന്നതാ. ആദ്യം ഇത്താത്തക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ആവണം എന്നാണ് വിചാരിച്ചത്. പിന്നീട് നീറ്റിലേക്ക് വന്നേരം എന്റെ തന്നെ ആഗ്രഹമായിട്ട് മാറി. ഒരു മിനിറ്റ്, ഇത്താത്തക്ക് +2 +A കിട്ടിയില്ല? ഇല്ല, 10ാം ക്ലാസ്സിൽ +A കിട്ടിയില്ല. 10ാം ക്ലാസ് ഇത്താത്തക്ക് +A കിട്ടിയില്ല. അപ്പൊ ഇത്താത്തക്ക് സയൻസ് കിട്ടിയില്ല. അപ്പൊ ഇത്താത്തക്ക് വിഷമായി. അപ്പൊ നീ എത്രാം ക്ലാസ്സിലായിരുന്നു? 7ാം ക്ലാസ്സിലെ. അതായത് ഇത്താത്തക്ക് സയൻസ് കിട്ടാത്ത MBBS ആവാനുള്ള ആഗ്രഹം പോയി എന്ന് പറഞ്ഞപ്പോൾ 7ാം ക്ലാസ്സിലുള്ള നിനക്കൊരു ആഗ്രഹം തോന്നി, എന്ത് ഇത്താത്തക്ക് വേണ്ടി ഞാൻ MBBS എടുക്കുന്നുള്ള. ഓക്കെ, എന്നിട്ട് 10ാം ക്ലാസ് +A +2 എത്തി. ആഗ്രഹം വന്നു. പിന്നെയാണ് എജുപോർട്ടിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത്, അങ്ങനെ അതിലേക്ക് വന്നു. റൈറ്റ്. അപ്പൊ ഒരു മിനിറ്റ്, +2 നീ ട്യൂഷൻ ഒന്നും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. +2 ട്യൂഷൻ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതെന്താ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ? ആവശ്യം തോന്നിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫിനാൻഷ്യലി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഫാദർ എന്താ ചെയ്യുന്നത്? അന്ന് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. ഓക്കെ, പിന്നെ നീ +2 കഴിഞ്ഞപ്പോ റിപ്പീറ്റ് ചെയ്യാൻ പോയി. റിപ്പീറ്റ് ചെയ്തപ്പോ എന്താ പറ്റി, എന്താ കിട്ടാതെ ഇപ്പൊ? അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് പോയത്. അപ്പൊ പിന്നെ എങ്ങനെ പഠിക്കണം, എന്താ ചെയ്യണ്ടേ ഒരു ഐഡിയ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നിയതുപോലെ +2 ബേസ് തന്നെയാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നത്. പിന്നെ ആ ഒരു ഇതിൽ കിട്ടിയില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ +2 കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ല. ആൻഡ് 535 എന്നൊക്കെ പറയുന്നത് അത്ര വലിയൊരു സ്കോറും അല്ല അല്ലേ? പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് തീരുമാനിക്കാൻ കാരണം എന്താ? ഇത് ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്ക് പോകാനുള്ള താല്പര്യമില്ല, ഇത് വിട്ടെടുക്കാനുള്ള താല്പര്യമില്ല. അങ്ങനെ എല്ലാം എനിക്ക് ആഗ്രഹിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ് +A കിട്ടിയിട്ടുണ്ട്, +2 +A കിട്ടിയിട്ടുണ്ട്. ഇതിൽ മാത്രം തോറ്റെന്നുള്ളൊരു സാധനം. അപ്പം തോൽക്കരുത് എന്നുള്ള വാശിയിലാണ് എന്ത് ചെയ്തത്, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ നിനക്ക് അന്നേരം ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? അതായത് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ ആ ക്വസ്റ്റ്യനില്ല? ചിലപ്പോൾ പാരന്റ്സ് ഒക്കെ തളർത്താൻ നോക്കിയിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചു? സപ്പോർട്ട് ഒന്നും കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പൊ പിന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിലേക്ക്. റൈറ്റ്. അങ്ങനെ എജുപോർട്ടിലെത്തി. പിന്നെ എങ്ങനെയാ അപ്പോ ഈ 685 എന്നുള്ള വലിയ സ്കോറിലേക്ക് എത്താൻ? വാട്ട് ഡിഡ് യു ഡു റൈറ്റ്? എല്ലാം പക്ക, എല്ലാം അന്നത്തെ ദിവസം തന്നെ എടുത്ത് തന്നെ ദിവസം തന്നെ പഠിച്ചെടുത്ത് അതിൻ്റെതായ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തെടുത്ത്. ഇക്വേഷൻസ് ഒക്കെ അന്നത്തെ തന്നെ ഏകദേശം മനപ്പാടാക്കിയിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റത്തെ നമ്മളെ മറ്റേ എക്സാമുകളൊക്കെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സാമുകളൊക്കെ കുറച്ച് ടഫ് ആയിരുന്നല്ലോ. അപ്പം അന്നേരം മാർക്ക് കുറയുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നില്ല? അപ്പോഴൊക്കെ നിനക്ക് എന്തായാലും കിട്ടുന്നത്, അതായത് ജനുവരി ഒക്കെ ആകുമ്പോൾ നീ ഉറപ്പിച്ചിട്ടുണ്ട് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ആ എക്സാമുകളൊക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇന്നലെ ഷഹബാസ് പറഞ്ഞത്
മൊത്തം അവർ ബോയ്സ് മൊത്തം ക്വസ്റ്റ്യൻ്റെ എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ജനുവരി മുതൽ നമ്മൾ ടെസ്റ്റ് സീരീസ് തന്നെ ഏകദേശം 11,000-ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലേ? അപ്പം അന്നേരം തെറ്റാത്ത ക്വസ്റ്റ്യനൊക്കെ, തെറ്റിപ്പോയ ക്വസ്റ്റ്യനൊക്കെ നീ എന്താ ചെയ്യാറില്ലേ? അതില് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തെറ്റിക്കൊണ്ടിരിക്കുന്നത് നോട്ടിൽ എഴുതി. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ അല്ലെങ്കിൽ തിയറി ആണെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബയോളജി ആണെങ്കിൽ തെറ്റിയ ക്വസ്റ്റ്യന്റെ ഏത് ഭാഗത്തു നിന്നാണ് തെറ്റിയത് അത് സാർ പറഞ്ഞ പോലെ ഞാനൊന്ന് പറഞ്ഞ പോലെ ആ ഭാഗം മൊത്തം അങ്ങോട്ട് പഠിക്കില്ല. എടാ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് നിങ്ങളുടെ പിന്നെ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നടത്തുന്ന എക്സാംസ് നിങ്ങളെ റാങ്ക് എത്രയാണ്, നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുക. അത് ചെറിയ ഉദ്ദേശം മാത്രമാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആ തെറ്റിലൂടെ പഠിച്ച് അടുത്ത എക്സാമിലേക്ക് തെറ്റ് തിരുത്തി കയറുക എന്നുള്ള. ഓരോ എക്സാം കഴിഞ്ഞിട്ടും 2-3 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണം. എവിടെയാണ് പോയത്, എങ്ങനെയാണ് മിസ്റ്റേക്സ്, അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യട്ടെ. നമ്മൾ മറ്റേ മാർക്ക് സ്കീം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവള് പറയുന്നത് എന്താ വെച്ചാൽ, ബയോളജിയുടെ കേസിൽ ഞാൻ കുട്ടികളോട് പറയാറുണ്ടായിരുന്നു, ബയോളജി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റി, ആ ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അത് ഇന്ന പാഠത്തിലെ ഒരു ടോപ്പിക്കിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്ക് മൊത്തം ഒന്നും കൂടെ വായിച്ച് അവിടെ ഇനി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാനുള്ളത് നോക്കണം. അങ്ങനെ ഓരോ എക്സാം, എനിക്കൊന്ന് നിങ്ങൾ ഏത് സെൻറ്ററിൽ പോയാലും 100 കണക്കിന് എക്സാമ്പിൾ ഉണ്ടാവും. ആ 100 കണക്കിന് എക്സാമിൽ ഈ ടോപ്പിക്കുകളൊക്കെ വീണ്ടും വരും. നിങ്ങളൊരു 10-20 തവണ ബയോളജി ടെക്സ്റ്റ് വായിച്ചൊരു ഫീലിംഗ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ബയോളജി എത്ര തെറ്റിയുണ്ട് നിനക്ക്? നോക്കിയില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ അല്ലല്ല, ഈ നീറ്റിന് എത്രയാണ്? 685 എത്ര ബയോളജി റോങ് ഉണ്ട്? ബയോളജി എത്ര എഴുതിയിട്ടുണ്ടായിരുന്നു? ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ ബയോളജിയിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, വളരെ എന്തായാലും കുറവായിരിക്കില്ലേ. അപ്പം ആ ഫുൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് മൊത്തം തറവായതിൽ തൊട്ട് തന്നെയല്ലേ. ഇനി ചോദിക്കുകയാണെങ്കിൽ ഈ റിപ്പീറ്റ് ചെയ്ത സമയത്തും റിപ്പീറ്റ് സമയത്തും പിന്നെ കുറേ മിസ്റ്റേക്ക് വരുത്തി, പിന്നെ റിപ്പീറ്റ് കുറേ കറക്റ്റ് ചെയ്തു. അത് എന്തൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് തോന്നിയത്? ബയോളജി വായിക്കണം, NCERT വായിക്കണം. അപ്പൊ നീ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വായിച്ചില്ല? ആദ്യം സാർമാർ എടുത്ത സമയത്ത് നമുക്ക് നോട്ടായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. പ്ലസ് ടു ആയിരുന്നില്ല. ഒരു ബോർഡ് എക്സാമിൽ അങ്ങനെയാണല്ലോ നോട്ട് നോക്കി വായിക്കാന്നുള്ളത്. അതേപോലെ അപ്പം കാര്യമായിട്ടൊന്നും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ 530 കിട്ടാന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊന്ന് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഫിസിക്സ് അത്രക്ക് വായിച്ചിട്ടില്ല, ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെന്താ? പിന്നെ എൻസൈറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബയോളജി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നല്ല, വായിക്കുന്നതിനായിട്ടും ബെറ്റർ. ഒരു കുറെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ മെത്തേഡ് തന്നെ അല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യുക, തെറ്റിപ്പോയത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വെരിഫൈ എന്താ പറ്റിയെന്നുള്ള. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ തവണ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ട്, മറ്റേതിൻ്റെ അത്ര ബോറടി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണ് ബയോളജി വായിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ NCERTന്റെ കാര്യം ക്ലിയർ ആയി. പിന്നെ ഇക്വേഷൻ ബുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. മിസ്റ്റേക്ക് വരുന്നത് ആ ഇക്വേഷൻസ് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന കുറച്ച് ഇക്വേഷൻസ്. അതായത് ഇക്വേഷൻ ബുക്കിൽ വലിയ കാര്യമില്ല, നമ്മളിങ്ങനെ എഴുതുമ്പോൾ നല്ല രസമാണ്. അവസാനം ഇത് മൊത്തം ഇക്വേഷൻ എങ്ങനെ ഓർത്ത് വെക്കാം. അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഇക്വേഷൻ എന്ത് ചെയ്യണം, തലയിൽ കയറൽ മാത്രമേ എന്തുള്ളൂ വഴിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഒരു 5 ഇക്വേഷൻ ഓർത്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്ത ഇക്വേഷൻസ് ആണ് നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരിക. അപ്പം ചെയ്യൽ തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ആക്റ്റീവ് റീകോൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉപയോഗിച്ചു. നെയിംഡ് മെക്കാനിസംസ് ഒക്കെ അല്ലേ. മൊത്തത്തില് സാർ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി തന്നു. ഓക്കെ, അതെല്ലാം എന്താണ് കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വാഷ്റൂം പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, റൈറ്റ്. ഇനിയിപ്പം നമ്മുടെ ഇപ്പം +2 കഴിഞ്ഞിട്ടുള്ള കുറേ കുട്ടികളുണ്ടാവും, റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിന്റെ കസിൻസ് ആണ്, നിന്റെ മാർക്ക് നോക്കിയാൽ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ എന്താ പറയാൻ, അപ്പോൾ എന്താ അവരോട് പറയാം? കസിനോട് പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ അവരോട് ആദ്യമേ എല്ലാം മനസ്സിലാക്കി പോകണം. എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും, എന്തായാലും ടെൻഷൻ ഉണ്ടാവും, കുറേ പഠിക്കാനുണ്ട്. എല്ലാം മനസ്സിലാക്കി പോകുന്നതല്ല, അല്ലാണ്ട് അവിടെ എത്തിയിട്ട് ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല, സമയം പോകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമേ എല്ലാം മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. അതായത് ഇത് ചെറിയ കളിയല്ല എന്നുള്ള ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാം. നിനക്കത് ഉണ്ടായിരുന്നില്ല അല്ലേ, അത് രണ്ടാമത്തെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിനക്ക് മനസ്സിലായത്, റിയാലിറ്റി മനസ്സിലായത് അല്ലേ. പിന്നെ എന്താ പറയാ, NCERT വായിക്കാന്നല്ല, പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കണം.
ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വായിക്കണം. പിന്നെ ഓപ്ഷൻസ് വായിക്കണം, ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ നോക്കി വായിച്ച് അത് അണ്ടർലൈൻ ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ ആദ്യം അത് വട്ടിടൊക്കെ ചെയ്യും. അതായത് ക്വസ്റ്റ്യനും ആൻസറും എന്തായിരിക്കണം കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. സ്പീഡ് കൂട്ടിയിട്ട് വെറുതെ അവരുദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കും കൂടെ മനസ്സിലാവണം, അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. ഓക്കെ, പിന്നെ ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു. വേഗം നമ്മളെ ഡൗട്ട് തീർന്നതിനാല് നമുക്ക് വേഗം ഹോസ്റ്റലിലേക്ക് അത് ഭയങ്കര അല്ലെ. ആ ഹോസ്റ്റലിൽ എനിക്ക് ഒരുവിധം എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ട് അല്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് നമ്മൾ പറയുന്ന ഒരു ഫാക്ടർ ഞാനിതുവരെ അതിനെ കുറിച്ച് അല്ല. ഇപ്പം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലൊക്കെ ദൂരെയാണെങ്കിൽ ചിലപ്പം ദ ഹോൾ ടീം ഡൗട്ട് ക്ലിയറൻസ് കഴിയുന്നവരെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ ഡൗട്ടും ചോദിച്ച് നേരെ തിരിച്ച് പോരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം എല്ലാ സാധനത്തിനും അടിപൊളിയായിരുന്നു അല്ലേ. ഓക്കെ, ആംബിയൻസ് ആണ്. ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി അപ്പം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഗെയിം എന്താണെന്ന് അറിയണം, NCERT ടെക്സ്റ്റ് ബുക്ക് വൃത്തിയിൽ വായിക്കണം, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിച്ച് ക്ലിയർ ആക്കിയിട്ടേ ഓപ്ഷൻ കുത്താൻ പാടുള്ളൂ. പറ്റുവച്ചാൽ എന്ത് ചെയ്യുക, ഹോസ്റ്റൽ അടുത്തുള്ള അധികം ദൂരം ഇല്ലാത്ത ഹോസ്റ്റലുകൾ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. ഇവിടെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്തത് റിപ്പീറ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? റിപ്പീറ്റേഴ്സിനോട് അധികം ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. പോണോ വേണ്ടോ ചോദിക്കുകയാണെങ്കിൽ എന്താ, പോകുന്നതാണ് നല്ലത്. ആഗ്രഹം ഇപ്പോഴും മനസ്സിലിരിക്കണ്ടെങ്കിൽ പോണേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു വർഷം എനിക്കറിയാട്ടോ അന്നൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതിയായിരുന്നു. കാരണം നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. റിഗ്രറ്റ് അടിച്ചിതാവാ. ഓക്കെ ഓക്കെ. പിന്നെ പഠിക്കുന്ന സമയത്തോ? പഠിക്കുന്ന സമയത്ത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. മുന്നേ പഠിച്ചോണ്ട് എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ, റൈറ്റ്. നിനക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്തത്? സുധീർ സാറിനായിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതാരാ വേണമെങ്കിൽ പേരൊക്കെ പറഞ്ഞോ? റിയ അല്ലേ. ഓക്കെ ഓക്കെ, റൈറ്റ്, ഫൈൻ ഫൈൻ. റിയ ആണ് പലപ്പോഴും ഫ്രണ്ട്സിന് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറ്. ഏതോ പരസ്യത്തിലൊക്കെ കാണായിരുന്നല്ലോ. റിയ ആയിരുന്നില്ലേ, മറ്റേ സിന്തോളോ ചന്ദ്രികല്ലേ? ഓക്കെ, അപ്പം റിയ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. സുധീർ സാർ, നമ്മളെ ബോട്ടണി സാർ, SD എന്താ പറയാ, ടെൻഷനൊക്കെ വിളിക്കുമ്പോ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര വലിയ എക്സാംസ് ഒന്നല്ല, അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. പിന്നെ പാരന്റ്സ് ഒക്കെ എന്താ പറയുന്നത്? ഇത്താത്ത എന്താ പറയുന്നത്? എല്ലാരും അന്ന് നോക്കി അന്ന ദിവസം തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പേപ്പർ നോക്കിയിട്ടില്ല. ഞാൻ റൂമിലിരുന്ന് അവരെന്നെയാണ് ചെക്ക് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ആരും നിലത്തായിരുന്നില്ല അന്നേ ദിവസം, എല്ലാം എയറിലായിരുന്നു. ഓക്കെ 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 ഓക്കെ. എന്നാൽ അത് വല്ലാത്ത സംഭവമല്ല. ഇത്താത്താക്ക് വേണ്ടി സാർ ഉമ്മാക്കുപ്പാക്ക് വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്താത്ത പറഞ്ഞിട്ടും പോയ ആൾക്കാരാണ്, പക്ഷെ ഇത്താത്തക്ക് കിട്ടാത്ത അതായിരിക്കും ആ സ്പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഫ്യൂച്ചർ പ്ലാൻ ഡോക്ടർ ആവാം, PG എടുക്കുക, ഇന്നതാവണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? ഗൈനക്കോളജി ആണോ? ഓക്കെ ഓക്കെ. അപ്പം ആയിക്കോട്ടെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശരി.